സ്വാമി സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണം. സ്വാമി ശരണം. ആലങ്ങാട്ട് യോഗത്തിൻ്റെ പെരിയോൻ AK വിജയകുമാർ സ്വാമിയാണ്. കഴിഞ്ഞ 21 വർഷമായി യോഗത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പെരിയോനാണ്. അദ്ദേഹം ഇപ്പോൾ ഈ വർഷത്തെ യാത്ര ഭംഗിയായി പൂർത്തിയാക്കി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബാക്കി സ്വാമിയോട് കാര്യങ്ങൾ പറയും. ഞാൻ ഈ യോഗത്തിൻ്റെ പെരിയോനായിട്ട് ഏതാണ്ട് 21 കൊല്ലമായിട്ട് എല്ലാ ശബരിമലയിൽ എല്ലാ കൊല്ലവും എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് നടക്കാൻ എനിക്ക് സാധിച്ചു. അതിന് അയ്യപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ആലങ്ങാട്ട് യോഗം എന്ന് പറയുന്നത് ഇപ്പോൾ 2 സംഘമായിട്ടാണ് ഇവിടെ ശബരിമലയിൽ അവർ വരുന്നത്. ഒന്ന് ആലങ്ങാട്ട് നിന്നും ഒന്ന് മഞ്ഞപ്പുറ ബേസ്ഡും. പുള്ളി പറയുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആലങ്ങാട്ട് യോഗം ഇപ്പോൾ അയ്യപ്പസ്വാമിയുടെ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന രണ്ട് സംഘങ്ങളാണ്, അല്ലെങ്കിൽ 2 യോഗങ്ങളാണ്. അമ്പലപ്പുഴ യോഗവും ആലങ്ങാട്ട് യോഗവും. അപ്പോൾ അമ്പലപ്പുഴ യോഗത്തെക്കുറിച്ചും ആലങ്ങാട്ട് യോഗത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം. അയ്യപ്പസ്വാമിയുടെ പിതാവ് എന്ന് പറഞ്ഞ മഹാദേവനാണ്. മഹാദേവൻ്റെയും അല്ലെങ്കിൽ മാതാവായ മഹാവിഷ്ണുവിൻ്റെയും ആളുകളാണ് ആലങ്ങാട്ട് യോഗവും അമ്പലപ്പുഴ യോഗവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തോട് ചേർന്ന്, അമ്പലപ്പുഴ ക്ഷേത്രത്തോട് ചേർന്ന് അയ്യപ്പസ്വാമി ഒരു സംഘത്തെ, അല്ലെങ്കിൽ യോദ്ധാക്കളുടെ ഒരു സംഘത്തെ രൂപീകരിക്കുകയും അവിടെ വെച്ച് രൂപീകരിച്ച യോഗത്തെ അമ്പലപ്പുഴ യോഗമെന്നും, അദ്ദേഹം ആലുവയിൽ എത്തിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവായ മഹാദേവൻ്റെ ക്ഷേത്രസന്നിധിയിൽ, ആലുവയിലുള്ള ക്ഷേത്രസന്നിധിയിൽ ആലിൻ്റെ കാട്ടിൽ വെച്ച് ശൈവയോദ്ധാക്കളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ആ ശൈവയോദ്ധാക്കളുടെ യോഗം ആലുംകാട്ടിൽ വെച്ച് കൂടിയ യോഗം ആലുംകാട്ടിൽ യോഗമെന്നും, പിന്നീട് അത് ലോപിച്ച് ആലങ്ങാട്ട് യോഗമെന്നും ഇപ്പോൾ അറിയപ്പെടുന്നു. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലങ്ങാട്ട് യോഗക്കാർ ശൈവയോദ്ധാക്കളും അമ്പലപ്പുഴ യോഗക്കാർ വൈഷ്ണവ യോദ്ധാക്കളുമാണ്. നമ്മൾക്കറിയാം, ഇപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ മൊത്തം 2 സംഘങ്ങൾ എന്ന് വെച്ചാൽ ശൈവരും വൈഷ്ണവരും തമ്മിൽ പല സ്പർദ്ധകളും മത്സരങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും കാണാം. പക്ഷെ നമ്മളിവിടെ കേരളത്തിലെത്തിക്കഴിയുമ്പോൾ അങ്ങനെ ഒരു ശൈവരോ വൈഷ്ണവരോ അങ്ങനെ ഒരു തർക്കം ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇന്നുമില്ല. ശരിക്കും നമ്മളത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അയ്യപ്പസ്വാമി അദ്ദേഹത്തിൻ്റെ കർമ്മസമയത്ത് യോദ്ധാക്കളെ കൂട്ടുവാനായിട്ട് ഓരോ ഏരിയകൾ സന്ദർശിച്ചപ്പോൾ അവിടെ 2 വിഭാഗക്കാരെയും ശൈവരെയും വൈഷ്ണവരെയും ഒരുമിച്ച് കൂട്ടി തർക്കങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് 2 സംഘങ്ങളായിട്ട് നിലനിർത്തുമ്പോൾ തന്നെ ഒരുമിച്ച് കൂട്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് കേരളത്തിലെ ഈ ശൈവരുടെയും വൈഷ്ണവരുടെയും തർക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഉദയനൻ തുടങ്ങിയ മറവപ്പടയെ അമർച്ച ചെയ്യാനായിട്ട് യോദ്ധാക്കളെ ആവശ്യമായി വന്നപ്പോഴാണ് അദ്ദേഹം ഈ വക സംഘങ്ങളെ, അല്ലെങ്കിൽ ഈ യോദ്ധാക്കളെ അന്വേഷിച്ച് വന്നതും സംഘത്തെ കൂട്ടിയതും. അങ്ങനെയാണ് ഈ 2 സംഘങ്ങൾ ഉണ്ടാകുന്നത്. ഈ 2 സംഘങ്ങൾ ഒരുമിച്ച് കൂടിയാണ് അയ്യപ്പസ്വാമിയോടൊപ്പം എരുമേലിയിൽ എത്തിച്ചേർന്നതും. അത് കഴിഞ്ഞ് മറവപ്പടയെയും ഉദയനം തുടങ്ങിയ കാട്ടുവള്ളക്കാരെയും അമർച്ച ചെയ്യാനായിട്ട് സാധിച്ചത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായതിനു ശേഷം സ്വാമി മഹിഷി നിഗ്രഹത്തിനും ശേഷം അദ്ദേഹം തപസ്സിനായ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഈ 2 സംഘക്കാർ കൂടെ അനുഗമിക്കുകയുണ്ടായി. ആ അനുഗമിച്ച് പോകുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന അമ്പലപ്പുഴ ആലങ്ങാട്ട് പേട്ട എരുമേലിയിൽ ധനു 27 നടക്കുന്നത്. ആ ധനു 27 നടക്കുന്ന പേട്ടയുടെ മുന്നോടിയായി അമ്പലപ്പുഴ യോഗക്കാരും അല്ലെങ്കിൽ ആലങ്ങാട് യോഗക്കാരും പുറപ്പെടുവാനായിട്ടുള്ള ഓരോ സമയങ്ങളും നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ആലങ്ങാട്ട് യോഗക്കാർ പുറപ്പെടുന്നത് ധനു 18-ന് ആലുവ ശിവരാത്രി മണപ്പുറത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് കീഴാചാരപ്രകാരമുള്ള പൂജകളും കാര്യങ്ങളും നടത്തി
നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേട്ടപ്പുറപ്പാട് നടത്തുന്നത്. ആ പേട്ടപ്പുറപ്പാട് നടത്തി അന്ന് നടന്നു പോയിക്കൊണ്ടിരുന്ന സംഘമാണ്. അന്ന് സംഘം നേരെ ഓരോ ക്ഷേത്രങ്ങളിൽ തങ്ങിയാണ് പോയിക്കുന്നത്. ഏകദേശം 8ഓളം ക്ഷേത്രങ്ങളിൽ വൈകിട്ട് തങ്ങി പാനക പൂജയും വിളക്കും നടത്തിയാണ് ഞങ്ങൾ പെരിയോൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എരുമേലിയിൽ എത്തിച്ചേരുന്നത്. എരുമേലിൽ എത്തിച്ചേർന്ന സംഘം അന്ന് അയ്യപ്പസ്വാമി ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണോ അദ്ദേഹം ശബരിമലയ്ക്ക് പോയത്, അല്ലെങ്കിൽ അദ്ദേഹം തപസ്സിനായി പോകുന്നത്, അതേ രീതിയിൽ തന്നെ എരുമേലിൽ എത്തിച്ചേർന്ന് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘക്കാർ ഒരുമിച്ച് ചേരുകയും ആദ്യം വഴിവെട്ടി തെളിച്ച് അമ്പലപ്പുഴ യോഗക്കാർ മുന്നിട്ട് പോവുകയും അതിനുശേഷം അയ്യപ്പസ്വാമിയോടൊപ്പമാണ് ആലങ്ങാട്ട് യോഗക്കാർ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അയ്യപ്പനോടുള്ള കൂടെയുള്ള ആ പോക്ക് അല്ലെങ്കിൽ ആ സന്തോഷ സൂചകമായിട്ടാണ് ഞങ്ങൾ ഈ പേട്ട കെട്ടുന്നത്. അല്ലെങ്കിൽ ആഹ്ലാദ നൃത്തം ചവിട്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും അന്നും ഇന്നും ആലങ്ങാട്ട് യോഗക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആ പേട്ടയുടെ മഹത്വം. അത് കൂടാതെ ആ പേട്ടയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അമ്പലപ്പുഴ യോഗക്കാർ പേട്ട കെട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവായ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമായിട്ട് ആകാശത്ത് നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ് നമ്മുടെ ഗരുഡനെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ അമ്പലപ്പുഴക്കാർ പേട്ടയിട്ട് തുടങ്ങുന്നുള്ളൂ. അതേപോലെ തന്നെ ആലങ്ങാട്ട് യോഗക്കാർ ആലങ്ങാട്ട് യോഗക്കാരുടെ ഞങ്ങൾ ശൈവരാണ്. ഞങ്ങളുടെ ദേവനായ മഹാദേവൻ്റെ സാന്നിധ്യം ഉച്ച സമയത്ത് ആകാശത്ത് നക്ഷത്രമായി കണ്ടതിന് ശേഷം മാത്രമാണ് ആലങ്ങാട്ട് യോഗക്കാർ പേട്ട കെട്ടുന്നത്. മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ മഹാദേവൻ വരുന്നു അതിൻ്റെ പ്രതീകമായി അദ്ദേഹത്തിൻ്റെ തിരുജടയിലെ ചന്ദ്രക്കലയാണ് നക്ഷത്രമായി ഞങ്ങൾ ഗണിക്കുന്നത്. അത് കണ്ടതിന് ശേഷം മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾ പേട്ട കെട്ടി പോകുന്നത്. അതിനുശേഷം അഴുതയിലെത്തി ആഴിപൂജ നടത്തുന്നു. ശേഷം പമ്പയിൽ ആദ്യം എത്തിച്ചേർന്ന അമ്പലപ്പുഴക്കാർ അവിടെ വിരിവയ്ക്കുന്നു. കൂടാതെ അയ്യപ്പസ്വാമിയോടൊപ്പം ചെല്ലുന്ന ആലങ്ങാട്ട് യോഗക്കാർ അമ്പലപ്പുഴക്കാരും ഒരുമിച്ചാണ് ഒരു സ്ഥലത്താണ് വിരിവയ്ക്കുന്നത്. അവിടെ വെച്ചാണ് പ്രസിദ്ധമായ പമ്പാസദ്യ, പമ്പാവിളക്ക് ഇതെല്ലാം നടത്തുന്നത്. പമ്പാസദ്യ എന്ന് പറയുമ്പോൾ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം നടക്കുന്ന, അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ഉണ്ണുന്ന സദ്യ എന്നാണ് പമ്പാസദ്യയുടെ പ്രാധാന്യം. അതുകൂടാതെ വൈകിട്ട് നമ്മൾ വിളക്ക് നടത്തുന്നുണ്ട്. അതിപ്പോൾ പമ്പാവിളക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അറിയപ്പെടുന്ന പമ്പയിൽ ദീപം കത്തിച്ച് ഒഴുക്കുക എന്നൊക്കെയാണ് ഇപ്പോൾ ചടങ്ങ് നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ ആലങ്ങാട് ഏരിയയിൽ, ആലങ്ങാട്ട് രാജ്യത്തിൻ്റെ പെട്ട അല്ലെങ്കിൽ ഈ ആലുവ അങ്കമാലി മേഖലകളിലെല്ലാം വിളക്ക് എന്ന് പറഞ്ഞാൽ അത് അയ്യപ്പൻ വിളക്കാണ്. അപ്പോൾ അയ്യപ്പൻ പൂജയാണ്. പമ്പയിൽ വെച്ച് നടക്കുന്ന അയ്യപ്പൻ പൂജയ്ക്കാണ് ഈ പമ്പാ വിളക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴും ഞങ്ങൾ അയ്യപ്പസ്വാമിയെ വെച്ച്, അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ആലുവ മണപ്പുറത്ത് പൂജിച്ചു കൊണ്ടുപോകുന്ന ഗോളക പന്തലിൽ പ്രതിഷ്ഠിച്ച് അതിൻ്റെ കീഴാചാര പ്രകാരമുള്ള എല്ലാവിധ പൂജകളും അതിൻ്റെ രീതികളും നടത്തി ചിന്തും ഉടുക്കും പാട്ടുകളും വെച്ചാണ് അയ്യപ്പസ്വാമിയുടെ പ്രവർത്തിച്ചുകൊണ്ടാണ് അയ്യപ്പൻ വിളക്ക് നടത്തിയാണ്. അയ്യപ്പൻ വിളക്ക് പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അത് പമ്പ വിളക്കായി മാറുന്നു. അത് നടത്തിയാണ് ആലങ്ങാട്ട് യോഗക്കാർ പടി കയറുന്നത്. അപ്പോൾ പടി കയറി അയ്യപ്പസ്വാമിയോടൊപ്പം ശബരിമലയിലെത്തുന്നു. അതുകൂടാതെ എരുമേലിയിലുള്ള അയ്യപ്പ സാന്നിധ്യം ആലങ്ങാട്ട് യോഗക്കാരോടൊപ്പം പോകുന്നു എന്നുള്ളത് കൊണ്ട് എരുമേലിയിൽ ആലങ്ങാട്ട് യോഗത്തിൻ്റെ പേട്ട കഴിഞ്ഞാൽ പേട്ട പതിവില്ല. പിന്നെ ശബരിമലയിലെത്തുന്ന ആലങ്ങാട്ട് സംഘം മാളികപ്പുറത്ത് വിരിവെച്ച് ഇപ്പോൾ തൽക്കാലം മാളികപ്പുറത്തിനോട് ബാക്ക് സൈഡായിട്ടാണ് പിരിവെച്ച് തങ്ങുന്നത്. യോഗത്തിൻ്റെ പിന്നെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മകരവിളക്കിന് തലേദിവസം ശബരിമല എത്തിച്ചേർന്നു. പിറ്റേ ദിവസം നമ്മൾ വിളക്ക് കാണുന്നു. വിളക്ക് കണ്ടതിന് ശേഷം അടുത്ത ദിവസം പന്തളത്ത് കൊണ്ടുവരുന്ന തിരുവാഭരണത്തിൽപ്പെട്ട അയ്യപ്പസ്വാമിയുടെ കൊമ്പം മീശയുള്ളൊരു കോലമുണ്ട്. ആ കോലം മണിമണ്ഡപത്തിൽ വെച്ച് പണ്ട് ആനയെ വെച്ചാണ് എഴുന്നള്ളിച്ചായിരുന്നത്. ഒരു 5-6 വർഷമായിട്ടിപ്പോൾ ആനയില്ല. പക്ഷെ ഞങ്ങൾ തന്നെ ഏറ്റി ആ തിടമ്പേറ്റുന്നു. കൂടാതെ നമ്മൾ ഇവിടുന്ന് ആലുവയിൽ നിന്ന് പൂജിച്ചു കൊണ്ടുപോകുന്ന യോഗത്തിൻ്റേതായ ഗോളക, കൊടി, കോമരങ്ങൾ ഇവരെല്ലാവരും കൂടി നമ്മൾ അവിടെ എഴുന്നള്ളിക്കാൻ നിൽക്കുന്നു. പോരാത്തതിനും നമ്മുടെ ഈ ഗോളക എന്ന് പറയുന്നത് സ്വാമിയുടെ പ്രതീകമായി കൊണ്ടുപോകുന്നത് എരുമേലിയിൽ പേട്ടയമ്പലത്തിൽ ചാർത്തി അവിടെ നിന്നാണ് പേട്ട കെട്ടി അയ്യപ്പസ്വാമി നമ്മുടെ കൂടെ വരുന്നതെന്ന് സങ്കല്പമാണ് നമ്മുടെ ഗോളയുടെ പ്രാധാന്യം. അത് വലിയമ്പലത്തിലും ചാർത്തി ആ ഗോള വെച്ചാണ് പമ്പയിലും എല്ലാ പൂജകളും നടത്തുന്നത്. അത് എഴുന്നള്ളിച്ച് പെരിയോറിനോടൊപ്പം അത് എഴുന്നള്ളിച്ചാണ് 18-ാം പടിയിലേക്ക് നമ്മളൊരു കർപ്പൂരത്താലം നടത്തുന്നുണ്ട്. ആ കർപ്പൂരത്താലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം നമ്മുടെ കോളേജിലുണ്ട്, അല്ലെങ്കിൽ എരുമേലിയിൽ നിന്നുള്ള സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അത്ര ആചാരപരമായി നടത്തുന്ന ആ എതിരേൽപ്പിന് യോഗക്കാരെല്ലാവരും വെള്ള വസ്ത്രം ധരിച്ച് ഉത്രീയമുട്ട് വാലിട്ട് കണ്ണെഴുതി കർപ്പൂരത്താലം ഭസ്മത്തിൽ കർപ്പൂരം വെച്ച് താലം പിടിച്ചാണ് 18-ാം പടിയിലേക്ക് അയ്യപ്പസ്വാമിക്ക് എഴുന്നള്ളിക്കുന്നത്. കൂടാതെ അതിൽ ചുവപ്പും കറുപ്പും കച്ചയണിഞ്ഞ വെളിച്ചപ്പാടുമാരും ഉണ്ടാകും. അവരെല്ലാം 18-ാം പടിയിൽ ഉറഞ്ഞു തുള്ളുന്നു. കൂടാതെ 18-ാം പടി ആ സമയത്ത് പെരിയോനും ഗോളയും 18-ാം പടിയിലെത്തുന്ന സമയത്ത് 18-ാം പടി കഴുകി തുടച്ച് അതിൽ കീഴാചാരപ്രകാരമുള്ള പൂജകൾ എല്ലാം നടത്തുന്നു. ഇപ്പോഴും അവിടെ നമ്മൾ 18-ാം പടിയിൽ കർപ്പൂരം വെച്ച് നാളികേരത്തിൽ കർപ്പൂരം വെച്ച് ഇപ്പോഴും കർപ്പൂരാരാധനയും കർപ്പൂര കാഴ്ചയും നടത്തിയാണ് നമ്മൾ തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് അല്ലെങ്കിൽ മാളികപ്പുറത്തിലേക്ക് നമ്മൾ തിരിച്ച് ഈ കോലത്തെ ഗോളയും കൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. കൂടാതെ അടുത്ത ദിവസം യോഗത്തിൻ്റേതായ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടിൽ കൊണ്ടുപോകുന്ന അരി, ശർക്കര, നാളികേരം ഇതെല്ലാം സന്നിധാനത്തിൽ കൊണ്ടുപോയി ദേവസ്വം ബോർഡ് തന്നിരിക്കുന്ന ചെമ്പുകളിലെല്ലാം അരികൾ നിറയ്ക്കും. നാളികേരം, ശർക്കര ഇതെല്ലാം അവിടെ വെച്ച് അരികൾ നമ്മൾ പറയിൽ അളന്ന് ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും നാളികേരം എണ്ണിക്കൊടുക്കുകയും ശർക്കര തൂക്കിക്കൊടുക്കുകയും ചെയ്യും. ഈ അരി, ശർക്കര, നാളികേരം ഇത് വെച്ചാണ് കെട്ടിക്കൊണ്ടുവരുന്ന നേദ്യങ്ങളായി ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ച സമയത്തുള്ള 6 ചെമ്പ് പന്തിരുന്നാഴി നിവേദ്യം നടത്തുന്നതും വൈകിട്ട് അപ്പം അരവണ നേദ്യം നടത്തുന്നതും. ഇതെല്ലാം ആലങ്ങാട്ട് യോഗക്കാർ ഈ 3 ചെമ്പ് പായസവും 3 ചെമ്പ് വെള്ളയും യോഗക്കാർ താഴെ ഇരുന്നുണ്ടാക്കി വലിയ ചെമ്പുകളിലുണ്ടാക്കി ഉച്ചപൂജയ്ക്ക് നടക്കൽ കൊണ്ടുവരികയും നടക്കൽ അയ്യപ്പസ്വാമിയുടെ കണ്ണിറയെ കാണുവാനുള്ള നേദ്യം അവിടെ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട തന്ത്രിമുഖ്യനാണ് നേരിട്ടാണ് അയ്യപ്പസ്വാമിക്ക് നേദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നടക്കൽ കൊണ്ടുവച്ച് ഇത്ര വലിയ നേദ്യം നടത്താനുള്ള അവകാശവും അധികാരവും ഇപ്പോഴും ആലങ്ങാട്ട് യോഗത്തിനുണ്ട്. അത് ഇപ്പോഴും കൃത്യമായി നടത്തിക്കൊണ്ടുവരുന്നു. വൈകിട്ട് ഇതേപോലെ നമ്മൾ അപ്പം മരവണ താഴെ ഉണ്ടാക്കി ഇതേപോലെ തന്നെ നമ്മൾ സന്യാസത്തിൽ കൊണ്ടുപോയി നേദിച്ച് പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആലങ്ങാട്ട് യോഗത്തിൻ്റെ ഇപ്പോഴത്തെ ചടങ്ങുകളുടെ ഒരു സംക്ഷിപ്ത രൂപം. ഇതിൽ നമ്മൾ തുടക്കം മുതൽ അല്ലെങ്കിൽ ധനു 18-ന് തുടങ്ങുന്ന നമ്മുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ആലങ്ങാട്ട് യോഗം പെരിയോനാണ്. ആലങ്ങാട്ട് പെരിയോൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ചടങ്ങുകളും ഓരോ പ്രവൃത്തികളും യോഗാംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവയ്ക്ക് ഇതിൻ്റേതായ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും പെരിയോനിൽ നിക്ഷിപ്തമാണ്. പോരാതെ നമുക്ക് ഉച്ചയ്ക്ക് ഈ പന്തിരാഴി സമയത്ത് ആലങ്ങാട്ട് യോഗക്കാർക്ക് മാത്രമായിട്ട് ഉച്ചയ്ക്ക് ദർശനം അയ്യപ്പസ്വാമി അനുവദിച്ചിട്ടുണ്ട്. അതിപ്പോഴും നിർബാധം നടത്തി പോരുന്നുണ്ട്. ആ ദർശനത്തോടൊപ്പം അതിന് മുന്നോടിയായി യോഗക്കാരുടെ നെയ്യഭിഷേകമുണ്ട്. അതിനും യോഗത്തിന് പ്രത്യേകമായൊരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് നെയ്യഭിഷേകം നേരിട്ട് നെയ്യ് കൊടുത്ത് അഭിഷേകം ചെയ്ത് വാങ്ങാനുള്ള അവകാശവും ഇപ്പോഴും നിർബാധം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ കളരിയുടെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു, അമ്പലപ്പുഴ യോഗക്കാരും ആലങ്ങാട്ട് യോഗക്കാരും യോദ്ധാക്കളായിരുന്നു. അമ്പലപ്പുഴ യോഗക്കാർ വൈഷ്ണവ യോദ്ധാക്കളും ആലങ്ങാട്ട് യോഗക്കാർ ശൈവ യോദ്ധാക്കളുമായിരുന്നു. യോദ്ധാക്കളാണ് അയ്യപ്പസ്വാമിയോടൊപ്പം പോയിട്ട് ഈ പടവെട്ടാനും അധർമ്മത്തിനെതിരെ പ്രതികരിക്കുകയും അതിൻ്റെ ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും നിഗ്രഹിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ കളരിയെ ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ കളരിക്കല്ല പ്രാധാന്യം, യോദ്ധാക്കൾക്കായിരുന്നു. കളരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഇഷ്ടംപോലെ കളരികളുണ്ടാവും. ഓരോ ഏരിയയിലും ഓരോ രീതിയിൽ കുറേ കളരികളുണ്ടാവും. ഇവിടെയും ആലങ്ങാട്ടിലും കുറേ കളരികളുണ്ടാവും. ഞാനൊരു കളരിക്കാരനാണ്. പൊറയാറ്റിക്കളരി എൻ്റെ പേര്. അങ്കക്കളരിയാണ്. ഇപ്പോൾ തർക്കം വന്ന ഒരു കളരിയുടെ പേര്, ആലങ്ങാട്ടിലെ കളരിയുടെ പേര് ഉദയം ചെയ്തത് 2011 മുതലാണ്. അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു കളരിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും വന്നതായിരുന്നില്ല. പിന്നെയാണ് കളരിയുടെ പേര് വന്ന് കളരികളുടെ തർക്കം എന്നെല്ലാം പറഞ്ഞത്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. കളരിയല്ല പ്രാധാന്യം, യോദ്ധാക്കൾക്കാണ് പ്രാധാന്യം. അതുകൂടാതെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ വരുന്ന സംഘക്കാരെ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആൾക്കാരെ അയ്യപ്പസ്വാമി നേരിട്ട് വന്ന് രൂപീകരിച്ച 2 സംഘങ്ങളാണ്. അത് ഒരു കളരി ബേസിലോ അല്ലെങ്കിൽ രാജാവിൻ്റെ ബേസിലോ ഉണ്ടായതല്ല. ഈ യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി, അത് ഒരുമിച്ച് രണ്ട് ഗ്രൂപ്പുള്ള യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി
എതിരിടാൻ പോയിന്ന് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വന്ന് ഇവിടെ കളരി പഠിക്കുകയോ അഭ്യാസം നടത്തുകയോ ചെയ്തിട്ടില്ല. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.